ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തമിഴ്നാട് സ്വദേശി ഡി മണിയെ കേന്ദ്രീകരിച്ച് അന്വേഷണം വ്യാപിപ്പിച്ച് SIT. ചോദ്യം ചെയ്തത് ഡി മണിയെ തന്നെയെന്ന് പ്രവാസി വ്യവസായി ഉറപ്പിച്ചു പറഞ്ഞതിന് പിന്നാലെയാണ് SIT നീക്കം. SIT സംഘത്തോട് സഹകരിക്കാത്ത നിലപാടാണ് തമിഴ്നാട് പോലീസ് സ്വീകരിക്കുന്നത്. അതിനിടെ നിരപരാധിയെന്ന് ആവർത്തിച്ച ഡി മണി ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ ആത്മഹത്യാ ഭീഷണി മുഴക്കി. யாரோ ஒருத்தங்க பேர் வச்சிருக்கு, நான் என்ன தம்பி செய்யறது சொல்லுங்க. நான் யாரோ ஒரு பேர் வச்சுக்கிறதுக்கு இப்படி இவ்வளோ ஒரு பிரச்சனை இல்லை. நான் நீங்கள் இவ்வளோ பேட்டி எடுக்கிறதுக்குள்ள நான் பெரிய ஒருத்தே கிடையாதுமா. நான் சாதாரண ஒரு ஃபேமிலி. எதுக்கு வராங்க என்ன, நானும் மீடியாவில் இருக்கேன் ரைட்டா. எதுக்காக என்கிட்ட வராங்கன்னு தெரியல. 20 வருஷமா ஆட்டோ ஓட்டினேன். நான் இன்னும் பெருசாலாம் சம்பாதிக்கல. ஓகேவா, என் வாழ்க்கையை இப்போ கேள்விக்குறாக்கிட்டீங்க. இப்போ என்ன இது திரும்பி எப்படி சரியாகும்? நான் யாருமே தெரியாது பிரதர். எனக்கு தெரியுமான்னு கேட்க சொல்லுங்க. நீங்க விருதுநகர்ல வந்து இல்ல பிரதர், யாரும் வேணா கேட்க சொல்லுங்க பிரதர். இல்லையே, கேவலம் ஏவரமே நான் பண்ணது இல்லையா வரைக்கும். நான் கோயிலுக்கு மட்டும்தான் நான் வந்திருக்கேன். அவங்க அப்பா தவசத்துக்கு வந்திருக்கேன், திருவனந்தபுரத்துக்கு. அந்த ஒரு இது பண்ணுவாங்கல்ல, அங்கே வந்திருக்கேன். நான் வேறு எங்குமே வந்தது இல்லை. ஏன் என்ன இப்படி பண்றீங்க? எதுக்காக பண்றீங்க? உங்களுக்கு என்ன வேணும்? ஒரு சாமானிய ஒரு ஆள் இல்லை பிரதர், நான் ஒரு சாமானிய ஆள் ஏடா. நான் சூசைட் பண்ணி செத்துருவேன். രാഹുൽ വിജയൻ വിശദാംശങ്ങളുമായി. രാഹുൽ, വളരെ സാധാരണക്കാരനായ ഒരാളാണ് താൻ. ചെറിയ ബിസിനസ്സൊക്കെ കൊണ്ട് ജീവിച്ചു പോകുന്നയാളാണ്. കേരളത്തിലുള്ള ആരുമായും പരിചയമില്ല. അങ്ങോട്ടേക്ക് ഏതോ അമ്പലത്തിൽ വന്ന ഓർമ്മ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയുകയാണ്. ഏറ്റവും ഒടുവിലായി ആത്മഹത്യാ ഭീഷണിയും മുഴക്കുന്ന ഡി മണിയാണ് നമ്മൾ കാണുന്നത്. ഡി മണി തന്നെയാണ് എന്നത് SIT ഉറപ്പിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ പ്രവാസി വ്യവസായിയും അത് തന്നെ പറയുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ അന്വേഷണം ഇനിയിപ്പോൾ മുന്നോട്ട് പോകുന്നത്? ഇയാൾ ഒരു തരത്തിലും സഹകരിക്കുന്നില്ല, മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇതിലെങ്ങനെയാണ് ഇതൊരു വഴിമുട്ടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുമോ, അതല്ലെങ്കിൽ എന്താണ് നീക്കം? ഒപ്പം പോലീസിന്റെ സഹായവും ഇല്ല, തമിഴ്നാട് പോലീസിന്റെ സഹായവും ഇല്ല എന്നുകൂടി വരുമ്പോൾ എങ്ങനെയാണ് SITയുടെ തുടർ നീക്കങ്ങൾ? രാഹുൽ, അനുജ, എന്തായാലും ഈ കേരള പോലീസിന്റെ സഹകരണം, തമിഴ്നാട് പോലീസിന്റെ സഹകരണം SITക്ക് ഇന്നലെയും മിനിഞ്ഞാന്നും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് തമിഴ്നാട് പോലീസ് പറയുന്നത്. ഇന്ന് രാവിലെ ഈ SIT സംഘം ഇവിടുന്ന് മടങ്ങുന്ന വരെ അത് അങ്ങനെ തന്നെ ആയിരുന്നു എന്നുള്ളതാണ് തമിഴ്നാട് പോലീസിന്റെ വിശദീകരണം. ഏതെങ്കിലും ഘട്ടത്തിൽ അവർ മാറി നിൽക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് തമിഴ്നാട് പോലീസിന്റെ വിശദീകരണം. എന്തായാലും അത് എത്രത്തോളമായിരുന്നു, അതെങ്ങനെയായിരുന്നു എന്നുള്ളത് SIT തന്നെ വിശദീകരിക്കേണ്ടതാണ്. എന്തായാലും SIT ഈ ഡി മണിയെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ബാങ്ക് സ്റ്റേറ്റ്മെന്റും അതുപോലെ തന്നെ മറ്റ് ആളുകളുമായിട്ടുള്ള ഇടപാടുകളൊക്കെ പൂർണ്ണമായിട്ടും SIT നിരീക്ഷണത്തിലാണ്. ഇന്നലെ ഈ ഡിണ്ടിഗലിലെ ഓഫീസിൽ MSRD എന്ന് പറയുന്ന ബിൽഡിംഗിലെ ഓഫീസിൽ നടത്തിയ പരിശോധനയിൽ ചില രേഖകൾ ഉൾപ്പെടെ SIT ശേഖരിച്ചിട്ടുണ്ട്. ഇതുൾപ്പെടെ പരിശോധിക്കുകയും ചെയ്യും. മാത്രമല്ല ഈ ബാലമുരുകൻ എന്ന ആളെയും ഇന്നലെ ഈ SIT കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഈ ബാലമുരുകന്റെ പേരിലുള്ള സിമ്മാണ് ഡി മണി ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഡി മണി പറഞ്ഞത് ഈ ബാലമുരുകന്റെ പേരിലുള്ള സിം ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ കേരളവുമായി ബന്ധപ്പെട്ടിട്ടില്ല, കേരളത്തിലെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടിട്ടില്ല, പുരാവസ്തു വിൽപ്പനയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ആളുകളുമായി കച്ചവടം ഉറപ്പിച്ചിട്ടില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ ഡി മണി ആവർത്തിക്കുകയാണ്. ഭയങ്കര വികാരാതീതനായിട്ടാണ് ഇന്ന് മാധ്യമങ്ങളെ കാണുകയും ചെയ്തിട്ടുള്ളത്. ഏതെങ്കിലും തരത്തിൽ നിങ്ങളെ ഞാൻ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടോ, എന്നെ വേട്ടയാടരുത്, സാധാരണക്കാരനാണ്, ഈ ഫോൺ നമ്പർ ഉപയോഗിച്ച് മറ്റാരെങ്കിലും ഏതെങ്കിലും വിധത്തിൽ കോളുകൾ നടത്തിയിട്ടുണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടി മാത്രമാണ് SIT വന്നത്. കാര്യങ്ങൾ ചോദിച്ചറിയുകയും അവർ മാന്യമായ രീതിയിൽ പെരുമാറുകയും തിരിച്ചു പോവുകയും ചെയ്തു എന്നുള്ളതാണ് ഈ ഡി മണി പറഞ്ഞിരിക്കുന്നത്. പക്ഷേ SIT അങ്ങനെയല്ല. SITയിൽ നിന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഒരു തരത്തിലുള്ള സഹകരണവും ഈ ഡി മണിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നില്ല. അതിന്റെ പശ്ചാത്തലത്തിലാണ് 30-ാം തീയതി വീണ്ടും തിരുവനന്തപുരത്തേക്ക് ഹാജരാകണമെന്ന് കാണിച്ചുകൊണ്ട് സമൻസ് ഈ ഡി മണിക്ക് കൊടുക്കുകയും ചെയ്തിട്ടുള്ളത്. 30-ാം തീയതി ഹാജരാകുമെന്ന് ഡി മണി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് മാധ്യമങ്ങളിലൂടെ തന്നെ ആ കാര്യം വ്യക്തമാക്കുകയും ചെയ്തു. ഇന്നലെയൊക്കെ പറഞ്ഞിരുന്നത് ഒരു തരത്തിലും സമൻസ് ഒന്നും ലഭിച്ചിട്ടില്ല, അത്തരത്തിലുള്ള നീക്കങ്ങളൊന്നും SITയുടെ ഭാഗത്തൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഡി മണി പറഞ്ഞത്. പക്ഷെ അങ്ങനെയല്ല, 30-ാം തീയതി തിരുവനന്തപുരത്ത് നേരിട്ട് ഹാജരാകണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. അങ്ങോട്ടേക്ക് പോകുമെന്ന് ഡി മണി പറയുകയും ചെയ്തു. എന്തായാലും അടിമുടി ദുരൂഹത നിറഞ്ഞ ഒരു ജീവിതമാണ് ഡി മണിയുടെ ഈ ഡിണ്ടിഗലിലെ എന്നുള്ളത് പറയാതിരിക്കാൻ കഴിയില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.